വെൽക്കം ടു തല്ലുകൊള്ളി. നമ്മൾ ഇന്നൊരു ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ആണ്. ഈ ചലഞ്ചിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സ്ലോ മോഷൻ ചലഞ്ച് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ്, ഏറ്റവും സ്ലോ ആയിട്ട് ആരാണ് പൊറോട്ട ഫിനിഷ് ചെയ്യുന്നത് അതാണ് ഇന്നത്തെ ചലഞ്ച് കേട്ടോ. സ്ലോ ഈറ്റിംഗ് ചലഞ്ച്. ഓക്കെ, അപ്പൊ തുടങ്ങല്ലേ. ഒരാള് 2 പൊറോട്ടയാണ് കഴിയുമ്പോ നമുക്ക് 3 ആള് അമ്മയും മക്കളും നിരന്നിരുന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വിരിച്ചു തുടങ്ങാം. 1 2 കഴിക്കരുത്. 1 2 1 2. പിന്നെ കഴിക്കാനായിട്ട് നമുക്ക് ഇറച്ചിച്ചാറുണ്ട്, മീൻചാറുണ്ട്. പക്ഷെ കഴിക്കണതിന് മുമ്പ് എല്ലാവരും ഓർക്കുക, ഇത് സ്പീഡ് മോഷൻ അല്ല, സ്ലോ മോഷൻ ആണ്. പതുക്കെ കഴിച്ച് തീർത്താൽ മതി കേട്ടാ. പക്ഷെ ആരും ഇതിൽ കഴിക്കാണ്ടിരിക്കാൻ പാടില്ല, അപ്പൊ ഡിസ്ക്വാളിഫൈ ആണ്. കഴിച്ചോണ്ട് സ്ലോ മോഷൻ ആവണം. ഇതാണ് ഇന്നത്തെ ചലഞ്ച്. കറി ഒഴിച്ചെടുത്തോളൂ. തുടങ്ങി. ഇറച്ചിച്ചാറിൽ മേമ തുടങ്ങിയൊക്കെയാണ്. മണിക്കൂട്ടൻ എന്തേ കഴിച്ചു തുടങ്ങി. ഫസ്റ്റ് കഴിക്ക്. മണിക്കൂട്ടൻ തുടങ്ങിയിട്ടുള്ളൂ. സ്റ്റാർട്ടായി. പതുക്കെ കഴിച്ചാ മതി. സ്ലോ മോഷൻ ചലഞ്ച് ആണ്. ഓക്കെ. കുതിരാൻ വേണ്ടി ദൈവം മീൻചാറും ചിക്കന്റെ ഒപ്പടത്തേക്കാണ്. മീൻചാറും പൊറോട്ടയും. കഴിച്ചോടങ്ങടാ. കഴിച്ചോടങ്ങ. അവിടെ ആൾക്കാർ കഴിച്ചു. ഇത് മണിക്കൂട്ടൻ തുടങ്ങി. എന്തൊരാസമേ, എനിക്ക് കറിഞ്ചാറ് ഒപ്പിട്ട് മതിയാവള്. മണിക്കൂട്ടൻ കൃത്യ കഴിച്ചു പോണ്ട്. മണിക്കൂട്ടൻ തുടങ്ങി. ഒന്നിച്ച് പൊട്ടിക്കണ്ട ഓരോന്ന്. എന്ത് ചെറുത് ചെറുത്. കപ്പ് ചെലപ്പോ വേണമെങ്കിൽ മണിക്കൂട്ട അടിക്കും ഫസ്റ്റ് അടിച്ചു കഴിയണത്. ബാക്കി ചെറുത് പൊട്ടിക്കണ. എത്ര നേരം കൂട്ടാൻ കുതിർത്തണ അനിക്കുട്ട. ട്രിക്ക് അവന് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായില്ല. മേമ ചെറുതായി ട്രിക്ക് മനസ്സിലാക്കി വരുന്നുണ്ട്. സമയം കളയാനായിട്ട് മണിക്കൂട്ടം മീൻചാറെടുത്തു. ഇവൻ വലിയ പീസ് അല്ലാണ്ട് പിടിക്കില്ല, മുറിക്കാൻ അറിയില്ല. ചെറുതീന്ന് പിടിക്ക. ഇവിടെ നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി പഞ്ചസാര ഇടാം. മേമ ജയിക്കുന്നുണ്ട്. മേമ എന്ത് ചെറിയ കഷ്ണായിട്ട മുറുകി. ഇവിടെ നോക്കട്ടെ. ഇവിടെ അതിനേറ്റവും വലുതാ. വീണ്ടും മാത്ര സമയനഷ്ടം. ഇനിയില്ലാട്ടാ. കറി കഴിഞ്ഞു. വേണ്ടവരെടുത്ത് ഒഴിച്ചോ. ഇനി ഇവിടെ കറി കൊണ്ട് വെക്കലില്ല. പിന്നെ പച്ചക്ക് തിങ്ങേണ്ടി വരും. സ്ലോ മോഷൻ അല്ല, പച്ചക്ക്. എടുത്തു കറി എടുത്തു കഴിഞ്ഞു. ഇനി തുടച്ച് നക്കാം. കഴിക്ക്. മണിക്കൂട്ടൻ ഒരെണ്ണം ഫിനിഷ്. 1.5 ഫിനിഷ് ചെയ്തു മണിക്കൂട്ടൻ. ഇത് സ്ലോ സ്പീഡല്ല, പതുക്കെ മതി. മറക്കല്ലേ ഗെയിം. ഇവരൊക്കെ പട്ടിണിക്കിട്ട് ഇരുത്തിയ കാരണം. ശരിക്കും നല്ല വയറ് നിറച്ച് ഫുഡ് കൊടുത്തിട്ട് ഇരിക്കണായിരുന്നു. അപ്പൊ പിന്നെ സ്ലോ മോഷൻ ശരിക്കും കലക്കും. ഇവിടെ എന്തായി? ഇവിടെ അര പൊറോട്ട കഴിഞ്ഞു. ഇവിടെ 3/4 കഴിഞ്ഞുള്ളൂ. ഇവിടെ അമ്മാതിരിയാണ് ഗെയിം പ്ലാൻ. ഇവിടെ കാലിത് ഇപ്പൊ എണീക്കും.
ഇവിടെ എന്താ ഇത് ഇവര് തമ്മിലുള്ള ഇപ്പൊ എണീക്കും. ഇവര് തമ്മിലിപ്പോ ഇനിയുള്ള കറക്റ്റ് ആയിട്ടുള്ള കടുത്ത യുദ്ധം. അതും ഇത് തിങ്ങാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ, ഇത് കഴിക്കണം. വായലുണ്ട്. കഴിച്ചോണ്ട്. ഇവിടെ ഇവര് കടുകുമണിയെക്കാട്ടും ചെറുത് പൊട്ടിക്കാൻ കിട്ടുവച്ച അമ്മാതിരി പൊട്ടി. എടുത്തോ. അപ്പൊ ഇവന്റെ കഴിഞ്ഞിരിക്കുകയാണ്. വെന്റു എരിവ് അമ്മാതിരി എരിവാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ സ്ഥാനം പിടിച്ചു. അപ്പം നമുക്ക് നല്ല എരിവുള്ള കറിയാണ്, പക്ഷെ വെള്ളമൊന്നുമില്ല കേട്ടോ. എനിക്ക് എന്തായാലും ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉപേക്ഷിച്ചേ. ഇനി കണ്ടു പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. എന്തായാലും കൂട്ടാൻ നല്ല എരിവുണ്ട്. എന്റെ മൂക്കിക്ക് നല്ല മണ്ണടിക്കേണ്ട എരിവിന്റെ മുളകിന്റെ മണം. ഇവരിത് കടുത്ത മത്സരമാണല്ലോ, കഴിയണില്ലല്ലോ. ഇതൊരു മണിക്കൂർ നീളും, പക്ഷെ കഴിക്കണം. കഴിക്കണ്ട്. ഇവര് ആദ്യമായിട്ടും ജീവിതത്തിൽ ഇത്ര ചെറിയ കഷ്ണങ്ങളായി പൊറോട്ട കഴിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലടാ? ഇവിടെ എന്തായി അവസ്ഥ നോക്കാം നമുക്ക്. ഇവിടെ അപ്പോഴും ഇപ്പോഴും കേട്ടോ. കൂട്ടാനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെയും ഏകദേശം ഇവിടെ ഇനി അരയെക്കാട്ടും കുറച്ച് കഴിഞ്ഞു. കഴിച്ചോളൂ. വിജയ് എന്താ സൈലന്റ് ആയിരിക്കണേ? വല്ലതും ഉണ്ടോ? കോൺസെൻട്രേഷൻ പതുക്കെ കഴിക്കാൻ. അപ്പൊ ഇത് സ്ലോ ആയിട്ട് ഇത് 1 മണിക്കൂർ പിടിക്കും തോന്നുന്നുണ്ട്. ഇവര് അത്ര ശക്തരായ മത്സരാർത്ഥികളായിപ്പോയി. അപ്പൊ നമുക്ക് എന്തായാലും ചലഞ്ചിന്റെ ഒന്ന് ട്വിസ്റ്റ് കൊടുക്കാം. ഇത്ര നേരം സ്ലോ ഈറ്റ് അല്ലേ ഉണ്ടായിരുന്നത്, നമുക്ക് അത് സ്പീഡാക്കാം അല്ലെ? ഹലോ, സ്പീഡായി. സ്പീഡാക്കാൻ കാത്തിരിക്കുകയാണ് തോന്നുന്നു. ഇപ്പൊ ഇത് കൂടി വന്ന 1 മിനിറ്റ് ഇട്ടാ. എന്റെ അമ്മേ, രണ്ടാളും കൂടി കടുത്ത മത്സരം. ഇപ്പൊ കോൺസെൻട്രേഷൻ വേണ്ടാവ. അയ്യോ, ഇതെന്ത് പായം മടക്കണ പോലെ മടക്കണം. എക്സ്പീരിയൻസ് അല്ലേ മേമ? സ്പീഡില് വലുത് അങ്ങനൊക്കെ അല്ലേ? അവനെന്നെ നോക്കും. സ്പീഡില് കോൺസെൻട്രേഷൻ. പ്ലേറ്റ് കാലിയാവണട്ടാ, അതൊക്കെ കഴിക്കണട്ടാ. വേഗം ആയിക്കോട്ടെ. ഇറക്കണം, വായിലൊന്നും പാടില്ല. സ്പീഡ്. ഇതിപ്പോ കഴിയൂലോ, കാലിയാവൂലോ. ട്വിസ്റ്റ് അടിക്കണം, ഒന്നും കൂടി സ്ലോ ആക്കണം. ഓക്കെ, ഇവിടെന്ത് കാലി ഇപ്പൊ കഴിയും. ഈ പ്ലേറ്റ് ഇനി കഴുകണ്ടെന്നുള്ള അവസ്ഥയിലേക്ക് ഇവിടെ ഒരാൾ വന്നിരിക്കുകയാണ്. എന്താണ് കഴിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരാൾ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. കുഴപ്പമില്ല. ഇവിടെ സ്ലോ ആണെങ്കിൽ ശരിക്കും ജയിച്ചേനെ എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. അപ്പൊ ഇന്നത്തെ സ്ലോ ഈറ്റിംഗ് ചലഞ്ചിൽ തുടങ്ങിയ പൊറോട്ട കഴിക്കൽ മത്സരം ലാസ്റ്റ് നമ്മുടെ കഴിയാത്തത് കൊണ്ട് സ്പീഡായി. അപ്പൊ 1 മിനിറ്റ് പോലും ഇല്ലാണ്ട് നമ്മുടെ മത്സരം ഇവിടെ അവസാനിച്ചു. ലാസ്റ്റ് സ്പീഡാക്കി പോട്ടാ. അപ്പൊ ഇന്നത്തെ മത്സരത്തിന്റെ സ്ലോ ആണെങ്കിൽ ഞാൻ സത്യം പറയാച്ച വിജയി ഇവിടെയാണ്, പക്ഷെ സ്പീഡ് ആണെങ്കിൽ വിജയി ഇവിടെയാണ്. നമ്മൾ പഴയ മോഡുലേഷനിലാണ് നമ്മുടെ ഗെയിം പോയച്ച് മേമ ജയിച്ചേനെ, അല്ലെങ്കിൽ ഇവൻ തോറ്റേനെ. പക്ഷെ നമ്മൾ ട്വിസ്റ്റ് അടിച്ച കാരണം കപ്പ് കൊണ്ടുപോയി അല്ലേ? എന്താണ് നിങ്ങൾക്ക് ഇത്ര സ്ലോയില് കഴിച്ചിട്ട് എന്താണ് പറയാനുള്ളതാ? വളരെ നല്ലൊരു മികച്ച. സ്ലോയില് കഴിക്കാനാണ് എളുപ്പം, സ്പീഡിൽ കഴിക്കാനാണ് എളുപ്പം? രണ്ടായാലും നമ്മള് സ്പോർട്സ്മാൻഷിപ്പില് ആ ഗെയിമിന്റെ ഇതില് ഇപ്പൊ ഒരാള് കുതി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏത് മത്സരമാണ് നല്ലത്? അതൊക്കെ ഓരോരുത്തരുടെ പോലെ ഇരിക്കും. ഇതൊരു ഗെയിം ആയ കാരണം ഞാൻ ഗെയിമിന്റെ രീതിയിൽ എടുത്തു. മേമയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? മേമ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടായിരുന്നു? പതുക്കെ കഴിക്കാനാണ് എനിക്കിഷ്ടം. സ്പീഡില് കഴിക്കാൻ അങ്ങനെ പറ്റില്ല. അപ്പൊ നമ്മൾ
നമ്മൾ ഗെയിം മാറ്റണ്ടായിരുന്നു അല്ലേ? സ്ലോ ഞാൻ മതിയായിരുന്നു. സ്ലോ ആണെങ്കിൽ ഞാൻ ജയിച്ചേനെ. അതെ, കപ്പ് കൊണ്ടുപോയേനെ. അതെ. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ സ്ലോ കം ഫാസ്റ്റ് ഈറ്റിംഗ് പൊറോട്ട ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ വരേക്കും ബൈ. ബൈ.